നീ എന്നെ എത്ര അവോയ്ഡ് ചെയ്താലും നിന്റെ പുറകെ തന്നെ നടക്കും. ഞാൻ എത്ര നാളായി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് സ്നേഹിച്ചൂടെ എന്നെ? ആരോടാടി ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയുന്നേ? മേളീന്ന്. മേളിലാരാ? ദൈവത്തിനോട് വർത്താനം പറഞ്ഞതാ. ആണോ? എന്താ ഇത്ര പറയാ? ദൈവത്തിന് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വല്ല കോടീശ്വരന്റെ മോളായിട്ട് ജനിച്ചിരുന്നു. ഇട്ടുകൊടുക്കാനും തിന്നാനൊക്കെ എന്റെ മോക്ക് കിട്ടുന്നുണ്ടാ? ഉണ്ട്. അത് കിട്ടാത്ത മക്കൾ ഒരുപാടുണ്ട്. അപ്പൊ ദൈവത്തിനോട് നന്ദി പറയണം. ഞാൻ പറയത്തില്ല നന്ദിയൊന്നും. എന്റെ ഒരാഗ്രഹം ദൈവം സാധിച്ചു തരാറില്ല. എടി താൻ പാതി ദൈവം പാതിന്നാ. അത് നീ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? അപ്പൊ നീ കുറച്ച് പരിശ്രമിക്കണം. ബാക്കി ദൈവം കഞ്ഞി തരും. എന്റെ അമ്മ, ഞാൻ പരിശ്രമിക്കുന്നുണ്ടമ്മ. ഞാൻ എത്ര നാളായി പുറകെ നടക്കുന്നതെന്ന് അറിയാവോ? ആരുടെ പുറകെ? അതന്നെയാ ഞാനും ചോദിക്കുന്നത്. ആരുടെ പുറകെ? ദൈവത്തിന്റെ പുറകെ. നീ എന്തെങ്കിലും ദുരാഗ്രഹങ്ങളായിരിക്കും സാധിപ്പിച്ചു തരാൻ ചോദിക്കുന്നത്. ദുരാഗ്രഹങ്ങളൊന്നുമല്ല. നല്ല നല്ല ഒന്നാന്തരം നല്ല പ്യുവറസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാ. എന്നാ പിന്നെ എന്താ ആഗ്രഹം എന്നോട് പറ. കേക്കട്ടെ? ആന്നും പറയാൻ പറ്റില്ല. അല്ല പറ, എന്നോട് പറയാം. പറയടി. പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്ന് എന്നോട് പറയാൻ പറ്റാത്ത ഒരു ആഗ്രഹം? അത് പേരൻസ് അറിയാത്ത കുറെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ട്. പുഷ്പേ, സരിത പാര വെച്ചൊന്ന് എല്ലാം കുളമാക്കി. കുളം തോടുന്ന കാര്യത്തിൽ സരിതപ്പച്ചി ബെസ്റ്റാ. എന്തോ ചെയ്യുമെന്ന് പറ. ആ രമേശിന് സ്ഥലം തരാന്ന് പറഞ്ഞതാ വഴി വീതി കൂട്ടാൻ. ഇപ്പൊ അമ്മ പറയാ തരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അമ്മക്കും പറഞ്ഞ വാക്കിന് വില എന്തെങ്കിലും ഉണ്ടാ? ഞാൻ എന്ത് വാക്കാടി പാലിക്കാത്തത്? അല്ല, നിങ്ങള് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞല്ലോ അവനോട്. പറഞ്ഞു. ഇനി എന്ത് പറയും? ഇനി അത് അമ്മയുടെ സ്ഥലമാണ്, അമ്മയ്ക്ക് തരാൻ സൗകര്യം ഇല്ല എന്ന് പറയും. അത് തന്നെയാ ഞാനും പറഞ്ഞത്. നിങ്ങൾക്കും വിലയില്ല വാക്കിന്. എന്തോ കഷ്ടമായത്. ഒരു കാര്യം ചെയ്യാ, സരിതനെ നിങ്ങളുടെ ഭാഗത്ത് നിർത്തിക്ക്. എന്തൊക്കെ പറഞ്ഞിട്ട് ആ സാധനത്തിന് ഇനി എന്ത് പറഞ്ഞാ കൂടെ നിർത്തുന്നത്? അത് എന്നോടാ ചോദിക്കുന്നേ? എടി അത് ഒരു വല്ലാത്ത ജന്മമാ. വളർത്താൻ വിളിച്ചാലും കൊല്ലാൻ വിളിച്ചാലും കീയോ കീയോ എന്ന് പറഞ്ഞോണ്ടിരിക്കും. അച്ഛ അങ്ങനെയല്ല അച്ഛാ. നമ്മൾ കഠിനമായി പരിശ്രമിച്ചു കഴിഞ്ഞാല് സരിതപ്പച്ചി വീഴും. അവിടെ വീണിരിക്കും. അങ്ങനെ കഠിനമായിട്ട് അങ്ങനെ പരിശ്രമിക്കുന്നു. അച്ഛാ, അപ്പച്ചിയുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അച്ഛനൊരു സ്ഥാനം ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അപ്പോ അച്ഛൻ അപ്പച്ചിയുടെ പുറകെ നടന്ന് അപ്പച്ചിയോടുള്ള സ്നേഹം അച്ഛൻ തിരിച്ചറിയിപ്പിക്കണം. ഐഡിയ, അത് കൊള്ളാം അല്ലേ? ഞാൻ ഒരു പണി ചെയ്യാം. ഇന്ന് തൊട്ട് അവളുടെ പുറകെ നടന്ന് അവളുടെ ഹൃദയത്തിലുള്ള എന്നോടുള്ള സ്നേഹം ഞാൻ പുറത്തു കൊണ്ടിരിക്കാം. കൊണ്ടുവച്ച ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇതെങ്കിലും നടക്കണേ ഭഗവാനെ. നോക്കിട്ട് വരാം. അന്നാ ഈ പിറകെ നടക്കേണ്ടത് പിറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എന്താണ്ട്? അത് അമ്മ ഇവിടെ ഇരുന്നേ ഞാൻ പറയാം. അല്ല, കാര്യം പറ. എന്നെ അങ്ങനെ അധികം ഇരുത്തണ്ട. പറ. അല്ല, എന്തായാലും അവര് സഹോദരനല്ലേ. അതുകൊണ്ട് അവർക്ക് എന്താ പറയാ, ഉള്ളിലൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ പുറകെ നടന്ന് സ്നേഹം തിരിച്ചറിയിപ്പിക്കുന്നത്. പച്ചമാങ്ങ നല്ല ടേസ്റ്റ് ആണല്ലേ? ഞാൻ ആ മാവിന് എറിഞ്ഞിട്ട് എടുത്തതാ. അപ്പൊ നീയാണ് ഈ കല്ലൊക്കെ എറിഞ്ഞ് ഓടൊക്കെ പൊട്ടിക്കണല്ലേ? ഈ കല്ലെറിഞ്ഞ മാങ്ങ തിന്നുന്നത് ഞാനാ, പക്ഷെ ഓട് പൊട്ടിക്കാൻ അപ്പച്ചിയാ. അതെങ്ങനെ അപ്പച്ചി? അപ്പച്ചി എറിയണ ഒരു മാങ്ങയ്ക്ക് പോവാറില്ല, ഒക്കെ ഓടിക്കാ പോണേ. എന്തായാലും അപ്പച്ചി നിന്നെ തന്നെ കുറ്റം പറയുള്ളൂ. അയ്യോ, എന്നാ അങ്ങനെ കാണിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം അപ്പച്ചി അത് ചെയ്യുമ്പോ വീഡിയോ എടുത്ത് വെച്ചാലോ, പ്രൂഫായിട്ട്. അത് നല്ല, എല്ലാത്തിനും ഒരു തെളിവ് നല്ല. യെസ് ചേച്ചി, അല്ല നമ്മുടെ കൃഷ്ണ കണ്ടിട്ടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ടോ? അവളെല്ലാ ദിവസവും മാറി മേക്കപ്പ് ചെയ്യല്ല, അതുകൊണ്ടായിരിക്കും. ആ പ്രത്യേകത അല്ല പിന്നെ, അതായത് അവളിപ്പോ പുറത്തു പോയിട്ട് വന്നിട്ടേ മൊത്തം ഒരുമാതിരി ഒരു മൂഡ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അവളുടെ സ്വഭാവം. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ചേച്ചിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല? എനിക്കൊരു പ്രത്യേക ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടാ പറയാ, നിനക്ക് എന്താ ഫീൽ ചെയ്തേ? ഞാൻ ഈ മാങ്ങ ഒക്കെ എടുത്തു കഴിഞ്ഞാ ഞാൻ എപ്പോഴും കൃഷ്ണേച്ചിന്റെ അടുത്താ പോവാ. നീ എന്താ എന്റെ അടുത്തേക്ക് വന്നത്? പിന്നെ മധു ചേച്ചി അഞ്ചാ മൊത്തം തീർക്കും, എനിക്ക് കുറച്ച് തരുള്ളൂ. കൃഷ്ണേച്ചി അഞ്ചാ എനിക്ക് മൊത്തം തരും. പറയട്ടെ ഓക്കെ. പക്ഷെ ഇന്നെന്താ അറിയില്ല, മാങ്ങ അടുത്ത് പോയപ്പോണ്ട് കൃഷ്ണേച്ചി പോടാ ചെറുക്കാന്ന് പറഞ്ഞ് എന്നെ വിട്ട്. ഇതാ ഞാൻ പറഞ്ഞേ, ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യം തന്നെ. ഞാൻ ശരിക്കും ഉദ്ദേശിച്ചേ ഈ സ്വഭാവ മാറ്റം. അല്ല,
നീ പോക്കെ, നീ പോ. എന്താ നീ പോ, അതിനെന്തോ കാര്യം പറയാൻ ചെല്ല്. ഞാൻ കേട്ടിട്ടോ പോകുള്ളൂ. ആ കേട്ടിട്ട് പോണ്ട, പോക്കടാ. ആ പറ. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്നോ, അവളീ പുറത്തു പോയിട്ട് വന്നല്ലോ, അപ്പൊ എന്നോട് പറഞ്ഞ അമ്പലത്തിൽ പോയതാണ്. ഈ നട്ടുച്ചക്കാരൻ അമ്പലത്തിൽ പോകുന്ന. ആരാ പോണേ? അവൾ എന്നോട് അങ്ങനെയല്ലേ പറഞ്ഞേ, അതുകൊണ്ട് എന്നെ കടിച്ചു കീറാൻ വന്നു. ആ ഒരുമാതിരി ഒരു ഓൾറെഡി അവൾക്ക് വൃത്തികെട്ട സ്വഭാവമാണ്, പക്ഷെ ഇത് അതേക്കാട്ടിൽ ഒരു ഹൈപ്പർ, എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റത്. അവക്ക് അല്ലെങ്കിൽ ഈ അവിഞ്ഞ സ്വഭാവം ഉള്ളതാണ്. മൈൻഡ് ആക്കണ്ട ചേച്ചി. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്ത് ഡൗട്ട്? അത് വിശദമായിട്ട് പറയാം. വാ എന്നാ വാ. ഇതെന്താ നീ പച്ചമാങ്ങ പൊട്ടിക്കുന്നേ? എന്തോ നല്ലല്ലേ? ഓ സരിത, സരിത, എടി, സരിത, എന്തുവാ സരിത, നിക്കവിടെ. ചേട്ടൻ എന്തിനാണ് ചേട്ടന്റെ പിറകെ നടക്കണത്? ഞാൻ പറയണ നീ കേൾക്കാത്തതുകൊണ്ടല്ലേ നിന്റെ പുറകെ ഇങ്ങനെ തരിതേ തരിതെന്ന് വിളിച്ചോണ്ട് നടക്കുന്നത്. എനിക്കൊന്നും കേൾക്കണ്ട, ചേട്ടൻ വിട്ടോ, എന്നെ ശല്യപ്പെടുത്താലേ ഇപ്പൊ. എടി എന്തുവാ, ഞാൻ നിന്റെ ചേട്ടനല്ലേ എടി. അയ്യോ, ആ വിചാര ചേട്ടനും വേണ്ടേ? ഞാൻ ചേട്ടനെ അനിയത്തിയല്ലേ? ആ പറമ്പ് വിൽക്കാൻ പോണ കാര്യം എന്നോടൊരു വാക്ക് പറഞ്ഞാ? എടി പറമ്പ് അതിന് വിൽക്കാൻ അതിന് ആളെയൊക്കെ റെഡിയാക്കണ്ടേ? കച്ചവടമൊക്കെ ഒന്ന് ഉറച്ചിട്ട് നിന്നോട് പറയാമെന്ന് വിചാരിച്ചു. വിറ്റിട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? നീ എന്തിനാ അങ്ങനെയൊക്കെ കാണുന്നേനെ? പിന്നെ ഞാൻ എങ്ങനെ കാണണം? എന്താ അങ്ങനെയൊക്കെ പറ്റിപ്പോയി, നീ ഒന്ന് ക്ഷമിക്ക്. അല്ല, ക്ഷമിച്ചിട്ട് കാര്യമില്ല. അമ്മ ഇനി പറമ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞല്ലോ, ഇനി ഒന്നും ചെയ്യാനില്ല. എടി അതല്ല ഞാൻ പറഞ്ഞു, നീ പോയി ഒന്ന് അമ്മയോട് സംസാരിക്കും. നീ സംസാരിച്ച അമ്മ കേൾക്കും. ശരിയാണ്, ഞാൻ സംസാരിച്ച അമ്മ കേൾക്കും. അതെ, പക്ഷെ ഞാൻ പറയില്ല. എന്തുവാടി നിന്റെ ചേട്ടനല്ലേടി, ഞാനൊന്ന് പച്ച പിടിക്കുന്നത് നിനക്കൊന്നും സന്തോഷിക്കാവുന്ന കാര്യമല്ലയോ? ചേട്ടൻ പച്ച പിടിച്ചാൽ എനിക്ക് എന്ത് നേട്ടം? ഞാൻ നിന്നെ രക്ഷപ്പെടുത്തില്ലേ? ചേട്ടൻ രക്ഷപ്പെടുത്തുന്ന ഞാൻ മനസ്സിൽ പോലും കരുതുന്നില്ല. ഇത് ദൈവത്തിന് നിരക്കാത്താണ് കേട്ടാ നീ പറയുന്നത്. നീ ഇത് ഈ തോളത്ത് കിടന്നുറങ്ങുകയും എന്റെ മേത്ത് അപ്പീടുകയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കൊച്ചിലെ അങ്ങനെ ചുമന്നുകൊണ്ട് കിടന്നതാ ഞാൻ. ശരി, ചേട്ടൻ എന്നെ തോളത്തിട്ട് അപ്പി മൂത്രമൊക്കെ കോരിയതല്ലേ? അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെക്കാം. പറമ്പ് വിറ്റ് കിട്ടുന്ന പൈസയില്ലേ, 50-50. ഒരക്കട മൂട്, ഒരു 5 പൈസ നിനക്ക് തരത്തില്ല. എന്നാ ചേട്ടൻ ഒറ്റയ്ക്ക് എന്നെ മാനേജ് ചെയ്തോ, ഞാൻ പോവാം. സരിതേ, എന്തുവാടി ഇത്? എടി എന്റെ ഗതികേട് കൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നേ. ഈ 50-50 എന്നുള്ളതല്ലേ, അതിന് ഒരു കോംപ്രമൈസ് ഇല്ല. ഞാൻ ഈ സ്ഥലം മേടിക്കാനുള്ള ആളെയൊക്കെ ഞാൻ പോയി കണ്ടുപിടിച്ചോണ്ട് വന്നതാ. അപ്പൊ അതൊക്കെ നീ ഒന്ന് കരുത്. ഞാനൊരു 50-യുടെ 50 തരാം നിനക്ക്. 50-യുടെ 50 25. എനിക്ക് വേണ്ട. ചേട്ടനും ഞാനേ ഒരമ്മയുടെ വയറ്റിന്ന് പോന്നതല്ലേ, അപ്പൊ ഒരേപോലെ തന്നെ വേണം. 50-50. ഒരു ആർത്തിപ്പണ്ടാര പാടി നീ. എന്താ 60-40. 60-40 പറ്റുള്ള ചേട്ടാ, നടക്കില്ല. ചേട്ടൻ ഒറ്റയ്ക്ക് കൊടുത്തോ, ഒറ്റയ്ക്ക് എന്താ വെച്ചാ ബുദ്ധി വെച്ചോ. ഭഗവാനെ, എന്റെ ഗതികേട്. വൃത്തികെട്ടോണ്ടൊക്കെ ലേലം വിളിക്കേണ്ടി വരുന്നുണ്ടല്ലോ. എന്ത് കുന്തോട്ടെ, 50-50 സമ്മതിച്ചു. സമ്മതിച്ചാ? അപ്പൊ ശരി, ഞാൻ അമ്മോട് സംസാരിക്കാം. 50-50 കേട്ടിട്ട് പിന്നെ ഇത്ര ആലോചിക്കേണ്ട കാര്യം എന്തുവാ? ചേട്ടാ, ഇത്രയും അത്യാർത്ഥി പാടില്ല. അത്യാർത്ഥി കണ്ടാലേ കിട്ടിയത് കൂടി പോവും, ഉള്ളത് കൂടി പോവും. നിന്നോടാ എനിക്കും അത് തന്നെ പറയാനുള്ളൂ. അത്യാർത്ഥി ഒന്നും വേണ്ട. ഞാൻ 50-50 സമ്മതിച്ചല്ലോ. ഇനിയെങ്കിലും പോയി അമ്മയുടെ പോയി സംസാരിച്ച് ശരിയാക്കാവോ? ശരിയാക്കാം. ഡീലല്ലേ? ഡീൽ. ഞാൻ വാക്ക് പാലിക്കും, ഞാൻ മാറ്റത്തൊന്നും ഇല്ല കേട്ടാ. ഭഗവാനെ, എന്തൊരു സാധനമായത്. എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചല്ലേ ഇവിടെ. അമ്മ എന്തിനമ്മേ കട്ടൻ ചായ കുടിക്കണ്? കട്ടൻ ചായ കുടിച്ച അമ്മയുടെ കളറൊക്കെ പോകൂട്ടാ. നീ ഇവിടെ പാല് മേടിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ അമ്മയ്ക്ക് പാലല്ല വാങ്ങിത്തരാൻ പോണത്, ഫ്ലാസ്ക് ആണ്. അതാവുമ്പോ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂട് ചായ കുടിക്കാലോ. നീ അതിന്റെ പേരിൽ എന്റെ ഇന്ന് കാശ് പിടുങ്ങാനല്ലേ? എനിക്ക് അമ്മയുടെ കാശൊന്നും വേണ്ട, എന്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് വാങ്ങിച്ചോളാം പോരെ. ഓ, എന്തോ ഒരു സ്നേഹം അമ്മയോട് അങ്ങ് ഒലിക്കുന്ന. എനിക്ക് ആകെ ഒരു അമ്മയല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അമ്മ, നമ്മുടെ രമേശിന് പറമ്പ് കൊടുക്കണ കാര്യം എന്തായി? അത് വേണ്ടെന്ന് തീരുമാനിച്ചല്ലേടി? ഞാൻ ആലോചിച്ചപ്പോഴേ സ്ഥലം കൊടുക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്താ ഇപ്പൊ പുതിയൊരു അഭിപ്രായം വരാൻ കാരണം? കാരണം ആ പറമ്പിന്റെ അങ്ങേറ്റത്തല്ലേ അവന്റെ വീട്. അവിടെ വഴി കൊടുത്തോണ്ട് നമുക്കൊരു കുഴപ്പം വരാൻ പോണില്ല. ഞാൻ കൊടുക്കത്തില്ല, പ്രത്യേകിച്ച് ആ രമേശന് കൊടുക്കില്ല. അതെന്താ അമ്മ കൊടുത്താല്? എന്നാലോചിച്ച് നോക്കിക്കേ, ആ പറമ്പിന്റെ അടുത്ത് ആരും അങ്ങ് പറമ്പിൽ കയറാൻ പോണില്ല. അറ്റത്തല്ലേ, നമ്മളെ യാതൊരു കാര്യത്തിലും ബാധിക്കില്ലല്ലോ. അപ്പൊ നീയല്ലേ പറഞ്ഞത് ആ പറമ്പ് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും, നമ്മുടെ തേങ്ങയൊക്കെ മുട്ടിച്ചോണ്ട് പോകുന്നു?
ആ തേങ്ങയ്ക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണം, കടയിൽ നിന്ന് കിട്ടും. ചക്കയും മാങ്ങക്കാലത്തെ കൊതിയൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ ആർക്കും അങ്ങനെയൊന്നും ഇല്ല. ഇല്ല തേങ്ങാക്കള്ളി മോഹിനി ഇവിടെ അങ്ങനെ പറമ്പിൽ ഒരു തേങ്ങ കിടക്കുന്നുണ്ട്, അപ്പ അവള് ഞുണ്ടു. അതല്ലമ്മ, രമേശിന് വഴി വെട്ടാൻ വേറെ വഴിയില്ല, നമ്മുടെ പറമ്പ് മാത്രമേ ഉള്ളൂ. അവന്റെ പറമ്പ് വെട്ടുവോ വഴി വെട്ടുവാണ് അവൻ തീരുമാനിക്കട്ടെ, നമ്മൾ എന്തിനാ അതിന് തല പോയിന്ന്. അമ്മ എന്ന് ആലോചിച്ചോക്കെ, നമ്മുടെ പാപ്പാടി കുടുംബം ഉണ്ടല്ലോ, നാടിനും നാട്ടുകാർക്കൊക്കെ സാമൂഹിക പ്രതിബദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബല്ലേ. എനിക്കൊരു പ്രതിബദ്ധത ആരോടും ഇല്ല. അമ്മ സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം എന്ന് പൊടി വേണേ കമ്മിറ്റ്മെന്റ്. അമ്മ ഈ സ്ഥലേ കുറച്ചല്ലേ ഉള്ളൂ, അത് രമേശിന് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ അമ്മ വളരെ നല്ലവളാവും. ഇനി അമ്മ കൊടുക്കാതിരുന്ന മോശക്കാരിയാവും. അതിന് എന്റെ സ്ഥലമല്ലേ, ഞാൻ പിന്നെ എങ്ങനെ മോശക്കാരിയാവുന്നു? അതല്ലമ്മ, രമേശിന് വഴി വെട്ടാൻ വേറെ വഴി ഒന്നുമില്ല. അതുമല്ല, നമ്മൾ അവന് വഴി കൊടുത്താൽ ചോദിക്കണ വില അവൻ തരും. അപ്പോൾ അവന് വഴി കൊടുത്താൽ നമുക്ക് കാശും കിട്ടും, നാട്ടുകാരുടെ മുമ്പിൽ അമ്മയ്ക്ക് വിലയും കിട്ടും. നാട്ടുകാരുടെ മുമ്പിൽ വില ഉണ്ടാക്കാൻ ഞാൻ എന്റെ സ്ഥലം കൊടുക്കണമെന്നോ? അതെവിടെ തന്നെ ആയോ? നടക്കില്ല. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ നമ്മുടെ ചേട്ടന് കൊടുക്കാം, ചേട്ടന് ബിസിനസ് ചെയ്യാം. അതുമല്ല, അവന് വഴിവെട്ടി കാറും വാങ്ങാം. അത്ര നല്ല പ്രവൃത്തി അമ്മേ, സൽപ്രവൃത്തി. അതൊരു നല്ല കാര്യമാണല്ലോ. ആണമ്മേ, നമുക്ക് കൊടുക്കാല്ലേ? കൊടുക്ക്. എന്നാ ഞാൻ പ്രകാശനോടൊന്ന് പറഞ്ഞിട്ട് വരാം. പറഞ്ഞിട്ടോ മോത്തും തുടച്ചടാ ഒലിക്കിന്. ആ ഒഴിച്ചോട്ടെ, എന്റെ മോന്തയ്ക്കല്ലേ. വഴിക്ക് വേണ്ടി സ്ഥലം കൊടുക്കണ പരിപാടി കൊള്ളാല്ല. കുറച്ച് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാശ് കിട്ടും. सजना के सजने में इतना गहने लगे, दीवाना दीवाना दुनिया से. ഇതോടെ തന്നെ ഇരിക്കണേ? തനിയിരിക്കാൻ തോന്നിയിട്ട്. നീ എന്താ അമ്പലത്തിൽ പോയപ്പോ എന്നെ വിളിക്കാഞ്ഞേ? ഒറ്റയ്ക്ക് പോകാൻ തോന്നിയിട്ട്. അല്ല, ആ നേരത്തെ ഏതമ്പലമുള്ള ചോദിക്കുക ചേച്ചി? ഏതമ്പലമുള്ളേ? ഈ അമ്പലത്തിൽ പോവാൻ അങ്ങനെ നേരമൊന്നുമില്ല. നേരമൊക്കെ ഉണ്ട്. നിനക്ക് എന്താ വേണ്ടേ? നീ എങ്ങനെ അമ്പലത്തിൽ പോയേ? ഓട്ടോയിലാണോ? അല്ല, സാധാരണ ഞാൻ ഡെയിലി പോകാറുള്ളത് പ്ലെയിനിലായിരുന്നു, ഇപ്രാവശ്യം ഞാൻ ഹെലികോപ്റ്ററിലാണ് പോയത്. ഈ കൂടെ ചമാച്ചിക്കണ്ട, മറുപടി ഇങ്ങ് തന്നാ മതി. നീ ഓട്ടോയിൽ പോയോ അതോ ബസ്സിന് പോയോ അതോ ആരെങ്കിലും വന്നോ നിന്നെ കൊണ്ടുപോവാൻ? വന്നാ കറക്റ്റായിട്ട് മറുപടി പറയാത്തേ അത്ര നല്ല സ്വഭാവമല്ല. ഈ രണ്ടും കൂടി ഇങ്ങനെ വന്നിട്ടേ ഒരാളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. എടി മോളെ കൃഷ്ണേ, ഓ, നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നിക്കണത്. നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അല്ല ചേച്ചി ഇതുവരെ എത്ര അമ്പലത്തിൽ പോയിട്ടുണ്ട്? ഇപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. നീ ഉള്ള കാര്യം ചോദിക്കി. എടി നീ സത്യം പറ, നീ എങ്ങോട്ടാണ് പോയത് അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ അത് കേട്ടാ മതി. സത്യം പറയണോ? ആ, ഞാൻ അമ്പലത്തിൽ നിന്ന് പറഞ്ഞ എങ്ങോട്ടാ പോയെന്നറിയാവോ? എങ്ങോട്ടാ? അമ്പലത്തിലേക്കാടാ. കൊന്നാലോ? നീ സത്യം പറ കൃഷ്ണൻ, നീ എങ്ങോട്ടാ പോയേ? എന്റെ പൊന്നേ, എനിക്ക് കുറച്ച് സമാധാനത്തിന് വേണ്ടിട്ടാ ഇവിടെ വന്നിരുന്നത്. അപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൂടി കയറി വന്നേക്കുന്നു. നിനക്കെന്താ ഇപ്പൊ സമാധാനത്തിന് ഇത്ര കുറവ്? ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ? പറ്റൂല, നീ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. എന്നാ ഞാൻ അപ്പുറത്താണ് പോയിരിക്കും. പോലെ കാര്യം പറ. പോയായിരുന്നു. നീ പറഞ്ഞത് ശരിയാടാ. മനസ്സിലായില്ലേ? ഇപ്പൊ ഉറപ്പ് തേച്ച് അവളെ അവളുടെ കാമുകം തേച്ച് കാണും. എടാ, ചിലപ്പോ കാമുകനൊന്നും ആയിരിക്കില്ല. ചിലപ്പോ ഈ പെമ്പിള്ളേർക്ക് ചില സമയത്ത് ഒരു മൂഡ് സിങ്സ് ഒക്കെ ഉണ്ട്. ചിലപ്പോ അതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എനിക്കല്ലേ ഈ പറയുന്ന മൂഡ് തോന്നും. നീ പെണ്ണാണാ? കണ്ടിട്ടൊന്നും തോന്നുന്നു. ആ, കണ്ടിട്ട് ചില സമയത്ത് പെണ്ണുകളുടെ സ്വഭാവമൊക്കെ തോന്നാറുണ്ട്. നിന്റെ കൂടെ പറഞ്ഞത് അതുകൊണ്ട് ആ സ്വഭാവം അത് തന്നെ മാറിക്കോളും. ചേച്ചിയും കൊള്ളാം അനിയത്തിയും കൊള്ളാം, നിന്നെ കണ്ടല്ലേ അവള് പഠിക്കും. വലിയ ഡീസന്റ്. എന്തായാലും ഈ പ്രശ്നം അമ്മയെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റുള്ളൂ. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷ അയ്യോ എന്തൊരു കഷ്ടമായത്. ആണിയല്ലേ ഇളകി കിടക്കുന്നു. അച്ഛാ, ചേട്ടാ ഹാപ്പി അല്ലേ? ഞാനേ അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി അല്ല. രമേശിന് പറമ്പ് കൊടുക്കാൻ അമ്മ സമ്മതിച്ചല്ലോ, പിന്നെന്തിനാണ് അൺഹാപ്പിനെസ്? ആ സ്ഥലം വിറ്റിട്ട് അതിന്റെ മുഴുവൻ പൈസ ഞാൻ എടുത്തോളാൻ അമ്മ ആദ്യം പറഞ്ഞത്. നീ ഒരുത്തി ഇടങ്കോല് കൊണ്ടം വെച്ചിട്ട് പാര വെച്ച് 50-50 ആക്കിയത്. ചേട്ടൻ മനസ്സറിഞ്ഞൊന്നും തരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെയാണ് ഇടങ്ങോലിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയത്. നീ ഇടങ്കോലിട്ട് ചോദിച്ച് മേടിച്ചാൽ അത് നിന്റെ വയറ്റിൽ പിടിക്കൂടി. നീ വയറിളയിക്കണം. വയറിളി കിടക്കില്ല. ഈ സ്വത്തിനൊക്കെ എനിക്ക് അവകാശമുണ്ട്. ഞാൻ ചേട്ടന്റെ സ്വന്തം അനിയത്തിയാ, വകയിലുണ്ടായതൊന്നല്ല. ആ ബോധം നിനക്കുണ്ടായ കൊള്ളാം. നീ ഒരു മനുഷ്യ ശത്രുവിന്റെ ഒക്കെ പെരുമാറുന്ന പോലല്ലേ എന്നോട് പെരുമാറുന്നത്. സ്ഥലം, സ്വത്ത്, പൈസ, ഇടങ്കോല്, പാര. ചേട്ടൻ അങ്ങനെ ഒരുപാട് ഡയലോഗ് അടിക്കണ്ട. നമ്മൾ ഒരുമിച്ച് നിന്നാലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നിന്റെ കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരുപാട് കാര്യം എനിക്ക് ചെയ്യണ്ടേ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. തെറ്റ് ചെയ്തോ ചേട്ടാ, എന്തായി? നമ്മുടെ തെക്കേ പറമ്പിന്റെയും വടക്കേ പറമ്പിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ആൾക്കാരെ ചേട്ടൻ അറിയോ? നീ എന്താ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ പോകുക? ചുറ്റുവട്ടമുള്ളവരൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മുടെ ആൾക്കാരൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം, നല്ലതല്ലേ? അയ്യോ, അങ്ങനത്തെ ബോധോദയൊക്കെ ഉണ്ടായോ? എന്നാ മോള് പോയി എല്ലാരും ആരൊക്കെയാന്ന് ചോദിക്കും. എനിക്ക് പറഞ്ഞുതരാൻ സൗകര്യമില്ല. കണ്ടുപിടിച്ചോളാം, ഒറ്റയ്ക്ക് നടന്ന് കണ്ടുപിടിക്കും. ആ, ഒറ്റയ്ക്ക് നടന്ന് കണ്ടുപിടിക്ക ചെല്ല്. സഞ്ജു വന്നടാ, നമുക്ക് ആ തെക്കേ പറമ്പും വടക്കേ പറമ്പും ചുറ്റി നടന്നിട്ട് വരാം. വാ. എനിക്കിവിടെ പണിയുണ്ട് അപ്പച്ചി, എനിക്ക് പോരാൻ പറ്റൂല. ഈ ചെടി കക്ഷത്ത് പിടിച്ച് നടക്കണം നിന്റെ പണി. ദേ അച്ഛാ, അച്ഛന്റെ പെങ്ങളായപ്പോ അല്ല ഇപ്പൊ ഞാൻ മറുപടി കൊടുത്താൽ ഇതിനുള്ള. എടാ കുഞ്ഞെ, അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ വേണ്ട. നിനക്ക് എന്താണ് തോന്നുന്നത് അത് പറഞ്ഞോ. താങ്ക്സ് അച്ഛാ. ദേ പെണ്ണുമ്പിള്ളേ, ഞാൻ ഈ ചെടി എന്റെ തലയോ കഴിഞ്ഞ് നോക്കണ്ട. പെങ്ങളാണ് പറയുന്നത് ഇങ്ങനെ. ഞാനേ തെക്കേ പറമ്പിലൊക്കെ ഒറ്റ ചുറ്റി കിടന്നോളാം. അയൽപ്പക്കക്കാരൊക്കെ ഞാൻ പരിചയപ്പെട്ടോളാം. ഓ, അച്ഛന് പോലും ആരെ തോപ്പിക്കാനാ? പോയി കണ്ടുപിടിക്കണേ. സഞ്ജുവിന് എടുത്താ അപ്പച്ചിയുടെ കളി. എടാ മക്കളെ, നീ കാറൊന്ന് തുടച്ചേക്ക്. എന്തോന്ന്? ഒന്ന് തുടച്ച് വൃത്തിയാക്കിയേക്ക്. എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞ് കേട്ടില്ലേ? എന്തോ പണിയാണോ? ഈ ചെടിയൊക്കെ കൊണ്ട് മണ്ണി കുഴിച്ചിടുന്നതല്ലേ നിന്റെ പണി? പിന്നെ അച്ഛനെ മണ്ണി കുഴിച്ചിടാൻ പറ്റുമോ? എന്തോടാ, എന്നെ മണ്ണി കുഴിച്ചിടണമെന്നോ? എന്ന് വെച്ചാൽ എന്നെ കൊല്ലണം. അമ്മ ഇത്രക്ക് പോരെ, കണ്ണെരിയാണ്. ആ, വലിയ ആളെ മാതിരി എന്റെ മോൻ വന്നിരുന്നതല്ലേ. അങ്ങോട്ട് ചെയ്. ഇനി ഞാൻ ജീവിതത്തിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യൂല. ചെയ്യണ്ട. അമ്മേ, എനിക്ക് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ആ, രഹസ്യമായിട്ട് പറയുന്ന കാര്യല്ലേ, ഞാൻ പോയിട്ട് വരാം. പൊക്കോ. നീ എവിടെയാടാ പോന്നെ? അമ്മാവൻ പോട്ടെ, ഞാൻ ചെയ്തോളാം. പൊക്കോ, പൊക്കട്ടെ. ചേച്ചി, thank you. ചെല്ല്. അമ്മേ, അമ്മയ്ക്കറിയാലോ എനിക്കൊരു തേപ്പ് കിട്ടിയ കാര്യം. അതൊന്നും രണ്ടോട്ടും പറഞ്ഞാൽ പോരല്ലോ. പിന്നെ ആ തേച്ചിട്ട് പോയ ചെക്കനില്ലേ, നിന്റെ തേച്ചിട്ട് പോയ ആ ചെക്കനെ നല്ലതേ വരുത്തണമെന്ന് ഞാൻ ഇന്നലെ രാത്രിയും കൂടി പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അമ്മ എന്തിനാ അവന് നല്ലത് വരുത്താൻ പ്രാർത്ഥിക്കണേ? അല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ എതിരാന്നല്ല നടക്കുന്നത്, അതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മ കൃഷ്ണേനെ ആരും തേച്ചിട്ട് പോവല്ലേ എന്ന് എന്തെങ്കിലും പ്രാർത്ഥിച്ചായിരുന്നു? അന്ന് അങ്ങനെ ഒരു വർത്താനം. എൻ്റെ ഈ തേപ്പ് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം, അവൾ ആരുടെയോ വല വീണുണ്ട്. എൻ്റെ മോളെ നിന്നെ പോലെയല്ല. കണ്ട അണ്ടൻ്റെയും അടകോടൻ്റെയും തലയിലൊന്നും പോയി വീഴത്തില്ല. ആഹാ, അപ്പൊ ഞാൻ തമ്മയുടെ മോളല്ലേ? അതെനിക്ക് കുറച്ച് അളക്കം കൂടുതലായിരുന്നു. എനിക്ക് എവിടെ കൊണ്ട് അളക്കം കൂടുതല്? എന്നെ കൂടെ പറയിപ്പിക്കല്ലേ. അമ്മ, ഞാൻ പറയണേ കേക്ക്. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയണേ. അവള് വന്നപ്പോ തൊട്ടേ മുറിയിൽ അടച്ചിരിപ്പാ. ഈ തേപ്പ് കിട്ടിയ പെണ്ണുങ്ങൾക്കേ ചില സ്വഭാവത്തിലൊരു വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. അവളത് കറക്റ്റ് ആയിട്ടുണ്ട്. അമ്മ ഇപ്പൊ തന്നെ പോയി അവളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അവളുടെ വിഷമം എന്താന്ന് മനസ്സിലാക്കി അവൾക്ക് വേണ്ട ഉപദേശമൊക്കെ കൊടുക്കണം. എന്നാ നീയും എൻ്റെ കൂടെ വാ. ഞാൻ വന്നാൽ ശരിയാവില്ല. ഞാൻ വന്ന അവൾ ഒരു കാര്യം തുറന്നു പറയില്ല. അമ്മ പോയാ മതി. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുന്നത് അവളോട്? അമ്മയുടെ മൂശാട്ട സ്വഭാവം കാണിക്കാൻ സമാധാനമായിട്ട് ചോദിച്ചാൽ അവൾ എല്ലാ കാര്യം പറയും. അത് ഞാൻ സമാധാനത്ത് ചോദിച്ചോളാം. സമാധാനമായിട്ട് ചോദിച്ചാൽ മതി, ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഉണ്ടാവും പുറത്ത്, ഞാൻ നിൽക്കാം. ഇനി അങ്ങനെയല്ലാന്ന് അവള് പറഞ്ഞ നിന്റെ പുറം പൊളിയും. അങ്ങനെ തന്നെയാണ്, ഉറപ്പാ. അവളെ കണ്ടറിഞ്ഞൂടെ? എന്നാ വാ ചോദിക്കാം. മുന്നീ നടക്കും. മുന്നിൽ നടക്കാം. എന്താ അമ്മ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത്? അല്ല, നിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കിയതാ ഞാൻ. എന്നിട്ട് വല്ല മാറ്റം തോന്നുന്നുണ്ടോ? ഇല്ല, അത് തോന്നുന്നില്ല. എന്നാലും അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. എൻ്റെ മക്കളെ ആരെങ്കിലും തേച്ചാ? എന്നെ ആരെങ്കിലും തേച്ച് കഴിഞ്ഞാൽ അമ്മ പോയി ചോദിക്കോ ഒരിടത്ത്? അപ്പം തേച്ചല്ലേ? അതെന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, അമ്മ ഒരു കാര്യം പറയാ. ഈ ആണുങ്ങൾ എന്ന് പറയുന്ന വർഗത്തിന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല.
അവർ നമ്മളെ സ്നേഹിച്ച് ലാസ്റ്റ് പറ്റിക്കും. പിന്നെ നമുക്ക് ഡിപ്രഷൻ വരും. അല്ല, ഇത്രയ്ക്ക് കൃത്യമായിട്ട് പറയാൻ അമ്മേനെ ആരെങ്കിലും തേച്ചിട്ടുണ്ടോ? എന്നെ ആരും തേച്ചിട്ടൊന്നുമില്ല, ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടുമില്ല. എന്നാ എന്നെ ആരും തേച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും വിഷമം എന്താണെന്നറിയാവോ? ഈ തേക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പ്രേമിക്കണ്ടേ എന്നെ? എടി മധുവേ, ഇങ്ങോട്ട് കയറിപ്പോരി. എടി, ഇവിടെ ആരും തേച്ചിട്ടൊന്നുമില്ല പോലും.